ഹലോ, വെൽക്കം ബാക്ക് ടു ടിക്ടോക്സ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതൊന്നുമല്ല സംഭവിച്ചത് അല്ലേ? പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് UDF വന്നിരിക്കുകയാണ്. വണ്ടി സ്റ്റാർട്ടാവില്ല എന്ന് കരുതി തള്ളിക്കൊണ്ടിരുന്ന UDF ദാ ഹൈവേയിലൂടെ പറക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് UDF നേതാക്കൾ തന്നെയാണ്. ജയിച്ചു എന്ന് കേട്ടപ്പോൾ അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഭാവമാണ് പലരുടെയും മുഖത്ത്. കാരണം വർഷങ്ങളോളം വെറുതെ ഇരുന്നിട്ട് പെട്ടെന്ന് ജോലി കിട്ടിയ ഉദ്യോഗാർത്ഥിയുടെ അവസ്ഥയാണ് ഇപ്പോൾ മുന്നണി. ഈ വിജയം UDFന്റെ മിടുക്കാണോ അതോ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ ദേഷ്യമാണോ? സത്യം പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയിട്ടും പാസ്സായ കുട്ടിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ UDFന്റെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അവരുടെ ഐക്യത്തെക്കുറിച്ചാണ്. സാധാരണ ഇലക്ഷൻ കഴിഞ്ഞാൽ ആരാണ് തോൽപ്പിച്ചത് എന്ന് കണ്ടുപിടിക്കാനാണ് ഗ്രൂപ്പ് തിരിഞ്ഞ് കമ്മിറ്റി കൂടുക. ഇത്തവണ ജയിച്ച സ്ഥിതിക്ക് ആരാണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്ന കാര്യത്തിൽ ഒരു ചെറിയ അടിപിടി പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇപ്പോൾ തന്നെ ഒരു 10 പേരെങ്കിലും ക്യൂ നിൽക്കുന്നുണ്ടാകും. ഞാൻ മൂത്തതാണ്, ഞാൻ ഇളയതാണ്, എനിക്ക് ഡൽഹിയിൽ പിടിപാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് കളി ഇനി ഉഷാറാകും. ഒരു മുഖ്യമന്ത്രിയും 10 ഉപമുഖ്യമന്ത്രിമാരും എന്ന രീതിയിൽ കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല. വകുപ്പ് വിഭജനം വരുമ്പോൾ പണ്ടത്തെ പോലെ എനിക്ക് പൊതുമരാമത്ത് വേണം, നിനക്ക് കൃഷി മതി എന്നുള്ള ആ പഴയ കളി നമുക്ക് വീണ്ടും കാണാം. എന്തായാലും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചു, അത് കിട്ടി. ഇനി ഈ കിട്ടിയ ഭരണം 5 വർഷം തികച്ചു കൊണ്ടുപോകുമോ അതോ ഇടയ്ക്ക് വെച്ച് വണ്ടി പണി തരുമോ എന്ന് കണ്ടറിയാം. ജയിപ്പിച്ചത് ജനങ്ങളാണ്, ഇനി തോൽപ്പിക്കാതിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. അപ്പോൾ പുതിയ ഭരണാധികാരികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ.